കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അതെ അനൂപ്, ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ഒരു വെള്ളക്കടലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടില്ല സാർ. ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരേ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. വീഡിയോ ചിത്രീകരിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും അത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ഇതിൽ മനം തൊന്നാണ് ദീപക് മരിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജയിലിലാണ് ഷിംജിതയുള്ളത്. അവിടെ റിമാൻഡിൽ കഴിയുകയാണ്. കുഞ്ഞിക്കുട്ട രാമേന്ദ്ര, ഞാൻ നന്നായി തന്നെ കേസ് വാദിച്ചത്, പക്ഷെ തന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. റിമാൻഡ് ഇനിയും തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ ഉരുത്തിരിയുന്നത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട്. അനുഭവിച്ചോ സാർ? എന്നെ രക്ഷിക്കണം. നിനക്ക് മാപ്പിന്റെ കുറിപ്പ്. നിലവിൽ മഞ്ചേരി ജയിലിൽ തുടരുന്ന ഷിംജിത അവിടെ റിമാൻഡിൽ തുടരും. നിനക്കിത് വേണം. நான் தான் கிங், நான் வச்சதா ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்ப மாத்திட்டே இருப்பேன். കലക്കി കളഞ്ഞു. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിന് ഇത്രയേറെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? നന്ദി പറഞ്ഞാ തീരില്ല.